കാണുന്നത് ആട്ടിൻകൂടോ കോഴിക്കൂടോ അല്ല, മനുഷ്യര് താമസിക്കുന്ന വീടാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകുമോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കം താലൂക്കിലെ TV പുരം പഞ്ചായത്തിലെ 3-ാം വാർഡിലെ IHDP കോളനിയിലാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് പട്ടയം കിട്ടാത്തതുകൊണ്ട് മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മൃഗതുല്യരായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തുടർച്ചയായിട്ട് 2 പ്രാവശ്യം ജയിച്ചു പോയ ഒരു സംവരണ MLA ഉണ്ട്. ഈ MLA ഒന്നും ഈ കാഴ്ച കാണുന്നില്ലേ? മുപ്പത്തിനാല് വർഷമായി ചെമ്മനത്തുകര പട്ടിക വർഗ കോളനിയുടെ കിടപ്പാട ഭൂമിക്ക് പട്ടയം നൽകണം എന്ന ആവശ്യവുമായിട്ടാണ് ഞങ്ങൾ ഈ അനിശ്ചിതകാല സത്യാഗ്രഹം ഈ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തുന്നത്. നിരവധിയായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ മുന്നിൽ നടത്തിയിട്ടും അധികാരികളുടെ മുന്നിൽ നടത്തിയിട്ടും ഒരു പ്രയോജനവും കാണുന്നില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പട്ടയം കിട്ടുന്നതുവരെ ഈ അനിശ്ചിതകാല സത്യാഗ്രഹം തുടരും എന്ന് ഉറച്ച് നിലപാടെടുത്തുകൊണ്ടാണ് ഈ സമരത്തിൽ. ഈ സമരത്തിൽ 2 വട്ടം സമരസമിതിയുമായി ഇവിടുത്തെ MLA ചർച്ച നടത്തിയെങ്കിലും അതിൽ ആദ്യവട്ട ചർച്ച നടത്തിയപ്പോൾ 2023 നവംബർ മാസം 24-ാം തീയതിയാണ് ആദ്യവട്ട ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ ADM, അതുപോലെ ജില്ലാ ട്രൈബൽ ഓഫീസർ, തഹസിൽദാർ, താലൂക്ക് സർവേയർ തുടങ്ങിയ 20ഓളം വരുന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് ചർച്ച നടന്നത്. ആ ചർച്ചയിൽ മാർച്ച് 31-നകം പട്ടയം നൽകുമെന്ന് ഇവിടുത്തെ MLA ശ്രീമതി CK ആശ ഉറപ്പ് നൽകുകയും ആ ഉറപ്പ് നൽകിയ രേഖ താലൂക്ക് ഓഫീസിൽ നിന്ന് സമരസമിതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. 2014 മാർച്ച് മാസത്തിൽ ഒരു നടപടിയും ക്രിയാത്മകമായി ഇവർ കൈക്കൊണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട സമരസമിതി ഉടൻ തന്നെ താലൂക്ക് ഉപരോധ സമരം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച സമയത്ത് മാത്രമാണ് ഇവരൊന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുനിഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ 3 ഏക്കർ 92 സെന്റ് സ്ഥലം ഈ കോളനി ഭൂമി ആധാരം ചെയ്തിരിക്കുന്നത് ജില്ലാ ട്രൈബൽ ഓഫീസറുടെ പേരിലാണ്. ആ ട്രൈബൽ ഓഫീസിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ഈ ഭൂമി പുറമ്പോക്കിൽ ചേർത്തെങ്കിൽ മാത്രമാണ് ഇതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് പട്ടയം നൽകാൻ കഴിയും. ആകെ ഇവർ ഈ കാലയളവിൽ ചെയ്തിട്ടുള്ള കാര്യം, അതിന് പട്ടയത്തിനുള്ള NOC അല്ലെങ്കിൽ വിട്ടൊഴിഞ്ഞ് ഭൂമി സറണ്ടർ ചെയ്യാം എന്നുള്ള NOC വാങ്ങി വെക്കുക മാത്രമാണ് ചെയ്തത്. മറ്റൊരു കാര്യം ചെയ്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചു. ആ സമരസമിതി ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയിൽ വെച്ച് മുമ്പ് തന്ന ഉറപ്പ് ശ്രീമതി CK ആശ MLA നിരാകരിച്ചു. അങ്ങനെ ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നിർദ്ദാക്ഷികളായി അവിടെ നിന്നിരുന്ന ഉദ്യോഗസ്ഥന്മാരും അന്ന് പങ്കെടുത്തിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു രേഖ തന്നിട്ടില്ല എന്ന് പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ സമരം വീണ്ടും തുടരുകയാണ്. MLA ഓഫീസ് മാർച്ച് നടത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ MLA ഒരു പ്രസ്താവന പത്രത്തിൽ കൊടുത്തു. ഞങ്ങൾ ഉടൻ തന്നെ പട്ടയം നൽകും, എത്രയും പെട്ടെന്ന് പട്ടയം നൽകും
പട്ടയം നൽകാൻ പറ്റാതിരുന്ന കാരണം ഈ പാർലമെന്റ് ഇലക്ഷൻ വന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ അത് എത്ര ഖേദകരമായ ഒരു കാര്യം പ്രസ്താവനയാണ്. നമുക്ക് 35 വർഷമായി ഈ പട്ടികവർഗ നിവാസികൾ, പട്ടികവർഗക്കാർ തങ്ങളുടെ കിടപ്പാട ഭൂമിക്ക് പട്ടയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇങ്ങനെ തെരുവോരങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമാണ് ഇത് നൽകാതിരുന്നത് എന്ന് പറയുന്നത് എന്ത് യുക്തിയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ശ്രീമതി CK ആശി MLA എന്ന് പറയുന്നത് സംവരണ സീറ്റിൽ നിന്ന് ജയിച്ച ഒരു MLA ആണ്. പട്ടികവർഗക്കാരോട് ഈ ഏറ്റവും അടിത്തട്ട് ജനവിഭാഗമായ ഈ പട്ടികവർഗക്കാരുടെ ഈ ആവശ്യത്തെ, ന്യായമായ ആവശ്യത്തെ ഒന്ന് പരിഗണിക്കാൻ പോലും തയ്യാറാവാതെ നിൽക്കുന്നതാണ് MLA. 8 വർഷമായി MLA സ്ഥാനത്ത് തുടരുന്ന ഒരു MLA ആണ്. 8 വർഷത്തിനുള്ളിൽ അസംബ്ലിയിലോ മറ്റെവിടെയും ഒരു പേപ്പർ പോലും നൽകി ഇതിന് പട്ടയം കിട്ടുന്ന കാര്യത്തിൽ അനുഗുണമായ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് MLA കൊണ്ട് സാധിച്ചിട്ടില്ല. കോളനിക്കാർക്ക് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച് കമ്മ്യൂണിറ്റി ഹാളാണ്, അതിന്റെ അവസ്ഥയുമാണ് ഈ കാണുന്നത്. നാളെ ഇതുവരെയായിട്ട് ഞങ്ങളുടെ സമരത്തിന് ഒരു പരിഹാരം കാണാൻ ഇതുവരെ ഇവിടുത്തെ ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പാർട്ടി മന്ത്രിസഭയാണല്ലോ കേരളം ഭരിക്കുന്നത്. അപ്പൊ ഇത് അവഗണിക്കപ്പെടുന്ന ഒരു ജനതയായി മാറുകയാണെന്നുള്ളതാണ് വസ്തുത. കാരണം ഇത് ഇന്നുമായിട്ട് തുടങ്ങിയത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു അവഗണന തന്നെയാണ്. ഞങ്ങളുടെ 35 കുടുംബമുണ്ട് ഞങ്ങളുടെ IHDP കോളനിയിൽ, പട്ടികവർഗ കോളനിയിൽ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മാലിന്യമായ അവസ്ഥയിലാണ് ആ കോളനിയുടെ അവസ്ഥ. കാരണം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ മാലിന്യമാണ്, കക്കൂസ് പൊട്ടി ഒഴുകി ആ വീട്ടിൽ തന്നെ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഈ ദുരവസ്ഥയിലേക്കാണ് ഞങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഞങ്ങൾക്ക് പട്ടയില്ല, 10 സെന്റ് ഭൂമിക്ക് പട്ടയില്ല. ഈ പട്ടയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കരമടച്ച രസീറ്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെയോ യാതൊരു ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം പ്രശസ്തമായ വൈക്കം സത്യാഗ്രഹം. ആ സത്യാഗ്രഹം നടന്ന നാടാണിത്. അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അനേകം സമരങ്ങൾ നടത്തിയ നാടാണ്. ആ നാട്ടിലാണ് ഇങ്ങനെ ഒരു ദുരന്ത കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത്. നമുക്ക് ചോദിക്കാം ഇതിന്റെ വിശദ വിവരങ്ങൾ. എന്താ ചേട്ടാ ഈ വീട് ഇങ്ങനെ? കാരണം ഞാനിവിടെ ഒരു 8 വർഷത്തോളായിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഈ പട്ടയം കിട്ടാത്ത വീട് കിട്ടിയെന്ന് പറയുന്നു. കാരണം ഇവിടെ നമ്മൾ ഇനി കയറി ഇറങ്ങി പോകാത്തൊരു സ്ഥലങ്ങളില്ല. ഞങ്ങളുടെ ഊരൂട്ട് മൂപ്പനും അതുപോലത്തെ ഇവിടുത്തെ എല്ലാ മുന്നോട്ട് പോകുന്ന ആൾക്കാരോടൊക്കെ പേപ്പർ കൊടുത്തിട്ട് അവർ പറയുന്നത് പട്ടയം കിട്ടാതെ കാരണം ഭൂമി കിട്ടിയല്ല, വീട് കിട്ടിയല്ലെന്നാ പറയാം. ഇതിനെപ്പറ്റി ആ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും പറയാമോ? നമുക്ക് ഈ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പെരക്കാണെങ്കിൽ ചിലപ്പോൾ അകത്ത് കയറി നോക്കി അരിപ്പ പോലെ മോള് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പട്ടയില്ല, ഞങ്ങൾക്ക് ഒരു നിർവാഹമില്ല ശ്രദ്ധിക്കാതിരിക്കുന്നത്. പക്ഷെ ഞങ്ങളെയൊക്കെ ഓരോ വോട്ടും കൊണ്ട് ഇവരൊക്കെ വലിയ നിലയിൽ നിൽക്കുന്നെന്ന് ഓർത്തോണം. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെരഞ്ഞെടുത്ത് ജനപ്രതിനിധികൾ വിടുന്നത്. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? അവരെന്ന് പറയുമ്പോൾ വോട്ടിനല്ലേ അവർ വരത്തുള്ളൂ, അല്ല വേറെ എല്ലാ കാര്യത്തിന് വരുന്നു. അത് വരുമ്പം തന്നെ അവർ അത് ചെയ്യുക ഇത് ചെയ്യുക ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞല്ല അവർ വരുന്നത്. അപ്പൊ അവർക്ക് കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഭാഗത്തോട്ട് വരുമല്ലോ. ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഒരു ദിവസം താമസിക്കാന്ന് പറയാറില്ലേ?
അത് ശരി, അങ്ങനെ അങ്ങനെ പറയണായിരുന്നു ഞങ്ങള്. വെള്ളപ്പൊക്കത്തിന് സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു അയച്ചെടുപ്പ് കോളനി സന്ദർശിക്കണം പറഞ്ഞു. അങ്ങനെ അവര് വേറെ ഭാഷയാണ് പറഞ്ഞത്. പിന്നെ അവര് MLA ആണ് എല്ലാം ഞങ്ങൾ ശ്രമിച്ചതാണ്. എല്ലാവരും പറഞ്ഞ പോലെ എനിക്കും പറയാനുണ്ട്. ഇവർ ഇത്രയും നാളായില്ലേ ഈ പട്ടയത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തിരിപ്പാണ്. അപ്പൊ എത്രയും വേഗം അത് കിട്ടണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നത്. 224 ദിവസമായിട്ട് ചെമ്മനത്തുകര IHDP കോളനി നിവാസികൾ ഈ താലൂക്ക് ഓഫീസ് പടിക്കൽ നടത്തുന്ന സമരം ഇന്ന് ഗവൺമെന്റ് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം വൈക്കം MLA മുൻകൈ എടുത്തിരുന്നെങ്കിൽ പറയാൻ കാരണം MLAയുടെ പാർട്ടിക്കാരനാണ് ഇവിടുത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ആ ഒരു മുൻകൈ പ്രവർത്തനം നടത്താത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് IHDP കോളനിയിലെ പട്ടികവർഗക്കാരായിട്ടുള്ള സഹോദരങ്ങള് ഏതാണ്ട് 224 ദിവസമായിട്ട് വൈക്കം താലൂക്ക് ഓഫീസ് പടിക്കൽ ഈ സമരം നടത്തുന്നത്. ഈ സമരം വിജയം കണ്ടല്ലാതെ പിന്മാറുന്ന ഒരു പ്രശ്നമില്ല എന്നാണ് ഈ സമരസമിതിയുടെ കണ്ണു എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. ഈ വരുന്ന ജൂലൈ 22-ാം തീയതി വൈക്കം സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമര പരിപാടികളുമായിട്ട് സമരസമിതി മുന്നോട്ടാണ്. ആ കാര്യം ഞങ്ങൾ വളരെ സവിനയം ഞങ്ങളെ അറിയിക്കുകയാണ്. ഇത് ഈ പണിതിരിക്കുന്ന കെട്ടിടം എന്താ? ഇത് ട്രൈബൽ ചാരിറ്റബിൾ സൊസൈറ്റി. അത് വനിതകൾക്ക് തഴപ്പാൻ നേരിട്ട് ഉള്ള കെട്ടിടമായിരുന്നു. ഈ വനിതകൾക്ക് വേണ്ടിയിട്ട് തൊഴിൽ സംരംഭത്തിന് വേണ്ടി തുടങ്ങിയതാന്നല്ലേ പറഞ്ഞു സൊസൈറ്റി. അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നോ എന്നാണ് ചോദിച്ചത്. തുടങ്ങിയിട്ടില്ല, കെട്ടിടം പൂർത്തീകരിച്ചില്ല. പിന്നെ 1984 ആണ് കോളനി കിട്ടുന്നത്. കോളനി കിട്ടിയിട്ട് വീടുകളെല്ലാം വെച്ചെങ്കിലും നമുക്കിത് താമസിക്കാൻ പറ്റാത്ത ഒരു കണ്ടിട്ടില്ല. രണ്ടാമത് മാറി വരുന്ന ഗവൺമെന്റ് എല്ലാവരും ഇങ്ങനെ തരാന്ന് പറയണ മാറി വരുന്ന സർക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രേഖ തരാൻ വേണ്ടിയിട്ട് ഓരോ വാക്കിലും ഒഴിഞ്ഞൊഴിഞ്ഞ് നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകുന്നതല്ലാതെ ഒരു നടപടി ക്രമങ്ങളും നാട് ഇത് ഈ 224 ദിവസവും മാത്രമല്ല 34 വർഷം കഴിഞ്ഞിട്ടും ഇതിനൊരു തീരുമാനം ഒരു ഗവൺമെന്റ് പോലും ഇതുവരെ തയ്യാറായില്ല. മാറി വരുന്ന സർക്കാരുകൾ മലയോര മേഖലകളിൽ പട്ടയം കൊടുക്കുന്നതിനും പട്ടയം കൊടുക്കാൻ വേണ്ടി വിവിധ സമ്മേളനങ്ങൾ വയ്ക്കുന്നതിനും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുള്ള സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുക്കാത്തത്? സീറ്റ് കൊണ്ട് ജയിച്ചെങ്കിലും അവർ ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അവർ ഇതുവഴി കാറേ പോകുന്നുണ്ടെങ്കിലും അവരിങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുകയില്ല. ജനങ്ങളുടെ പരാതികൾ കേട്ടറിഞ്ഞ് അവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കേണ്ടവർ ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ അവർ അറിയേണ്ടതായ ചില ചരിത്ര സത്യങ്ങളുണ്ട്. ചരിത്രം നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഈ ഘട്ടത്തിൽ അത് ഓർമ്മിപ്പിക്കേണ്ടതായി. മഹാരാഷ്ട്രയിലെ നാഗപൂരിൽ ഇങ്ങനെ ഒരു സ്മാരകം നിലവിലുണ്ട്. ദി മെമ്മോറിയൽ ഓഫ് ദി ആദിവാസി ഗൗരി സ്റ്റാംപ്ഡ് എന്നതാണ് അതിൻ്റെ പേര്. 1994 നവംബർ 23 സ്വതന്ത്ര ഇന്ത്യക്ക് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിറ്റേ ദിവസത്തെ പത്രങ്ങളെല്ലാം അത് ഹെഡ് ന്യൂസായിട്ട് എഴുതി. വാർത്ത എന്താണെന്നല്ലേ? നാഗപൂരിൽ ഗോവരി എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ നടത്തിയ സമരത്തിൽ പോലീസ് ലാത്തി ചാർജിനെ തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ട് 114 പേർ കൊല്ലപ്പെട്ടു. 500ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ പോലീസ് ഏതാണ്ട് 50,000-ഓളം വരുന്ന ഗോവരി സമുദായ സമരക്കാരെ ലാത്തി ചാർജ് ഉപയോഗിച്ച് പിരിച്ചുവിടാൻ ശ്രമിച്ചത് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും പ്രതിഷേധക്കാർക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് ആണ് അവർ മരണപ്പെട്ടത്.
ഇതേപ്പറ്റി അന്വേഷിക്കാൻ മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ ഏകാംഗ ജസ്റ്റിസ് SS ഡാനി കമ്മീഷനെ നിയമിച്ചു. എന്നാൽ കമ്മീഷൻ ആരെയും ഉത്തരവാദികളാക്കിയില്ല. ദുരന്തത്തെ നിർഭാഗ്യകരമായ ഒന്നായി വിശേഷിപ്പിച്ചു. ഇത്രയും വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി നടത്തിയ നടപടിയെ കമ്മീഷൻ ന്യായീകരിക്കുകയും ചെയ്തു. കമ്മീഷൻ സംസ്ഥാന മുഖ്യമന്ത്രി ശരത് പവാർ ഉൾപ്പെടെയുള്ളവരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും പ്രതിസ്ഥാനത്തു നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മഹാരാഷ്ട്രയിലെ ആദിവാസി വികസന മന്ത്രി മധുകർ പിച്ചാട് പിന്നീട് രാജിവെച്ചു. എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്ന TN ശേഷന്റെ ദ ഡീജനറേഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഈ സംഭവത്തിന് കാരണക്കാരായവരെ കുറിച്ച് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായ മധുകർ പിച്ചാടിനെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഗോവരി സമുദായക്കാർ മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തിരുന്നു. എന്നാൽ മന്ത്രിയായ മധുകർ പിച്ചാട് അവരെ കാണാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ ക്ഷീണിച്ചു തളർന്നപ്പോൾ അവരുടെ ക്ഷമ നശിച്ചു. ചെറിയ ഉന്തും തള്ളും, തുടർന്ന് പോലീസ് ചാർജ്. പൊതുവായ ഒരു ആവശ്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ പാവങ്ങൾക്ക് അവസാനം സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു. ഒരു മന്ത്രിക്ക് തന്റെ സമ്മതിദായകരുടെ പരാതി കേൾക്കുവാനുള്ള വൈമനസ്യമാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം എന്ന് TN ശേഷൻ എഴുതി. ദരിദ്രരുടെ ഇടയിൽ നിന്നു തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയ ആ മനുഷ്യൻ അധികാരത്തിന്റെ ലഹരിയിൽ തന്നെ ഭൂതകാലം മറന്നിരുന്നു.